Kurzbach equation. Kurzbach equation ഒന്ന് പറയാൻ പറ്റുമോ? N is equal to 3 into L minus Okay, fine. ഞാൻ ഇന്ന് 2 എക്സാമ്പിൾസ് നിങ്ങളോട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yes, sir. Has everyone calculated? Sir, calculate ചെയ്തു ശരിയാണോ തെറ്റാണോ എന്നുള്ള പിന്നീടുള്ള കാര്യം. ചെയ്തിട്ടുണ്ടോ എല്ലാവരും? എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ട്? അദ്വൈത് ചെയ്തിട്ടുണ്ടോ? അദ്വൈത് ചെയ്തിട്ടുണ്ടോ? അദ്വൈത് ഇല്ലേ? അദ്വൈത് ഇല്ലേ മീറ്റിംഗില്? ആൻസർ പറയുന്നില്ല എങ്കിൽ ഞാനിത് ആബ്സെന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യാം. നിങ്ങളോട് ചോദിക്കുന്നതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ആബ്സെന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യാം. നമുക്ക് വേറെ മാർഗമൊന്നുമില്ല ഇത് കണ്ടുപിടിക്കാൻ. അദ്വൈത് ഉണ്ടോ മീറ്റിംഗിൽ? അദ്വൈത് ഉണ്ടോ? അജയ് കെ ഉണ്ടോ? അജയ് കെ? അജയ് കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആൻസർ എത്ര കിട്ടിയ? 12. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 12 തെറ്റാണ്. കുഴപ്പമില്ല. രണ്ടാമത്തെയോ? രണ്ടാമത്തെ 7 കിട്ടിയ. ഓക്കെ, ആൻസേഴ്സ് ഞാൻ പിന്നെ പറയാം. അഖിൽ കെ ചെയ്തിട്ടുണ്ടോ? അഖിൽ കെ ഉണ്ടോ? മീറ്റിംഗിൽ ഉണ്ടോ? മീറ്റിംഗിൽ ഉണ്ടോ? ഇല്ല സർ, ഇല്ല. ഇല്ല, അപ്പൊ ആബ്സെന്റ്. അക്ഷയ് കൃഷ്ണ ഉണ്ടോ? അക്ഷയ് കൃഷ്ണ വന്നിട്ടുണ്ടോ? അക്ഷയ് കൃഷ്ണ ചെയ്തിട്ടുണ്ടോ? ആൻസേഴ്സ് എത്ര കിട്ടിയ? -6. ഓക്കെ, ആൻസർ ഞാൻ പിന്നെ പറയാം. അടുത്ത അക്ഷയ് കൃഷ്ണ ടി ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? -1 പിന്നെ രണ്ടാമത്തത് 2. ഓക്കെ, അക്ഷയ് രാജീവ് ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ 20. രണ്ടാമത്തെ മറ്റേത് 7. അമർനാഥ് ഉണ്ടോ? അമർനാഥ് പ്രസന്റ് ആണോ? മൊത്തം 25, 25 ആൾക്കാരേ ഉള്ളൂ അല്ലേ? ക്ലിന്റ് ചെയ്തിട്ടുണ്ടോ? ക്ലിന്റ് ഫ്രെഡറിക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടോ? -1 ഫസ്റ്റ്. അല്ല കുഴപ്പമില്ല, ആൻസർ തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. -2 സെക്കൻഡ്. ഓക്കെ, അടുത്ത ദിൽജിത്തോ? ദിൽജിത്ത് ഉണ്ടോ? മീറ്റിംഗിലുണ്ടോ? ഇല്ല സർ. മീറ്റിംഗിലില്ല. ഗോകുൽ ഗംഗാധരൻ ഉണ്ടോ? മീറ്റിംഗിലുണ്ടോ? സർ ഇല്ലാന്ന് തോന്നുന്നു. ആബ്സെന്റ്. ജിഷ്ണു ദിലീപ് ഉണ്ടോ? ആബ്സെന്റ്. ജോയൽ ടോം?
സർ ഫസ്റ്റ് വണ്ടെ ആൻസർ -2. പറഞ്ഞോ, രണ്ടാമത്തെ രണ്ട് ആൻസറും പറഞ്ഞോ. എനിക്ക് ജസ്റ്റ് കേൾക്കേ വേണ്ടു. തെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ആൻസേഴ്സ് തെറ്റായാലും ശരിയായാലും പ്രശ്നമല്ല. രണ്ടാമത്തെ ആൻസർ -1. ജുനൈദ് ഉണ്ടോ? ആബ്സെന്റ്. ബിനോഷ് ഉണ്ടോ? ആൻസേഴ്സ് കിട്ടീനാ? ചെയ്തിനാ? ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയണം. ചെയ്തിനാ? ആൻസർ പറഞ്ഞോ. -1 നെക്സ്റ്റ് മുഹമ്മദ് സിനൻ. ആബ്സെന്റ്. നികേത് ചെയ്തിട്ടില്ല. ഒന്നാമത്തത് -1 രണ്ട് മൂന്നാം തോന്നുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എനിക്ക് ചെയ്താൽ എനിക്കൊരു ഉത്തരം കിട്ടൂല, അതാണ് എനിക്ക് വേണ്ടത്. പിന്നെങ്ങനെ മൂന്നാം തോന്നുന്നു പറയല്? ശരിയാണോന്നറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമല്ലേ, അതവിടെ നിൽക്കട്ടെ. പ്രണവ് കെ ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. ചെയ്തിട്ടില്ല. ഓക്കെ. പ്രണവ് എന്നുണ്ടോ? ആബ്സെന്റ്. ഋത്വിക് ഉണ്ടോ? ചെയ്തിനാ? പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ഫസ്റ്റ് തന്നെ -1, സെക്കൻഡ് -2. ഓക്കെ. ഋത്വിക് ഉണ്ടോ? ഋത്വിക് ഇപ്പം പറഞ്ഞ. ഓക്കെ. അടുത്ത ആരാ വരുന്നത്? ശരത്. ശരത് ഉണ്ടോ? സർ. ശരത് ആൻസർ പറഞ്ഞോ. സർ 0 -2. ഓക്കെ. ശ്രീനാഥ് ഉണ്ടോ? ആൻസർ. ഫസ്റ്റ് 1 -2, സെക്കൻഡ് 2. ശ്രീരാഗ് ഉണ്ടോ? ശ്രീരാഗ്. Sir, first one 1, second one -2. സുലഭ്. sir, first one -2, second one 4. യദുകൃഷ്ണൻ. 15-23. ഓക്കെ. യദുൽ ഹാരിഷ്. യദുൽ ഹാരിഷ് ഉണ്ടോ? ആളുണ്ടോ? ആബ്സെന്റ്. അരുൺ രാജ്. ആബ്സെന്റ്. ജിഷ്ണു കെ വി. സർ ആരുടെ ഫോൺ 23-9. ഓക്കെ. ജിഷ്ണു സജീവൻ. ഫസ്റ്റ് 91, സെക്കൻഡ് 93. നീരജ്. സർ ഫസ്റ്റത്തെ 1, രണ്ടാമത്തെ -2. റനീഷ്. സർ 1 4. വൈശാഖ്. ആബ്സെന്റ്. വൈശാഖ് സീൻ ഉണ്ടോ? വൈശാഖ് ഉണ്ടോ? ചിലപ്പോ വന്നിട്ട് പോയി. ഓക്കെ. ഗൂഗിൾ മുരളീധരൻ. ഗൂഗിൾ ചെയ്തിനാ? ഫസ്റ്റ് വൺ -2, സെക്കൻഡ് വൺ -1. ഓക്കെ. വൈശാഖ് സി വന്നോ? റേഞ്ച്. ഓക്കെ. ഇതല്ലേ സെക്കൻഡ് വൺ? ഇതിന്റെ ആൻസർ 4 ആണ്. ഈ 4 കിട്ടിയത് ശരിയാണ്. 4 കിട്ടിയത് ശരിയാണ്. ആ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 2 ആണ്. ഇതില് ഒരുപാട് ആൾക്കാർക്ക് പല വെറൈറ്റി ഓഫ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. The thing that you should understand is, നിങ്ങൾക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഫണ്ടമെന്റൽ മനസ്സിലായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ബിക്കോസ് വെദർ എ ബോഡി ഈസ് കെപ്റ്റ് ഇൻ എ 3-dimensional സ്പേസ്, നമ്മൾ വെറുതെ ഒരു ബോഡീനെ ഫ്രീ സ്പേസിൽ വെച്ചാൽ
മാക്സിമം ഈ ബോഡിക്ക് ഉണ്ടാകാൻ പോകുന്ന നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരുന്നു? 6. എത്രയായിരുന്നു? 6 അല്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് 6ലും കൂടുതൽ വാല്യൂ കിട്ടുക? 6ന്റെ മേലെ വാല്യൂ കിട്ടിയ ഒരുപാട് ആൾക്കാർ. ഒരു കാരണവശാലും 6ന്റെ മേലെ കിട്ടില്ല. ഞാൻ ഈ ബോഡിനെ മേലെ വേറൊരു ബോഡി വെച്ച് വേറെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഹൗ മെനി നമ്പർ ഓഫ് കണക്ഷൻസ്, even though I make so many number of connections as a whole or in between them, I would never get a degrees of freedom larger than 6. ഒരിക്കലും കിട്ടൂല. രണ്ടാമത്തത്, we are only discussing about objects which are kept on a plane. ഒരു പ്ലെയിന്റെ മേലെ മാത്രം വെച്ച ഒബ്ജക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു പ്ലെയിൻ ആണ് അല്ലെ, ഈ പ്ലെയിൻ ഞാൻ ഇങ്ങനെ വെച്ചതാണ് ബോർഡ്, ഈ ബോർഡിന്റെ മേലെയാണ് ഞാൻ മെക്കാനിസം വെച്ചത്. ദാറ്റ് മീൻസ് സ്റ്റിൽ the mechanism has its motions within the limitations of the board only. This is a planar mechanism. So ഒരു പ്ലെയിനാർ മെക്കാനിസത്തിലെ ഒരു പ്ലെയിനിൽ ഞാൻ വെക്കുന്ന ബോഡിക്ക് മാക്സിമം ഉണ്ടാകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? That also we had discussed. How many was the maximum number of degrees of freedom? 3 അല്ലേ? So your number should hello sir. 3യോ അതുമായി റിലേറ്റ് ചെയ്ത അടുത്തുള്ള നമ്പേഴ്സ് വരും. Whatever be the number, no number will be greater than 6 അല്ലെ? 6ന്റെ മേലെ നമുക്ക് പോകാൻ പറ്റൂല. പറ്റുമോ? ഇല്ല സർ. ഇല്ല. ഇനി ഇവിടെ നോക്ക്, our equation was n is equal to 3 into L minus 1 minus 2j minus h അല്ലെ? How many number of links are there? ഇതിൽ എത്ര number of links ഉണ്ട്? എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ട്? അവിടെ തന്നെ തെറ്റിയില്ല. ഞാൻ നമ്പർ ഓഫ് ലിങ്ക്സ് നമ്പർ ഇല്ല. ഓക്കെ, ഇതാണ് ഫിക്സഡ് ലിങ്ക് അല്ലേ? ഐ ആം മാർക്കിംഗ് ദിസ് ആസ് ലിങ്ക് നമ്പർ 1. കാണുന്നുണ്ടോ? യെസ് സർ. This becomes link number 2. This becomes link number 3. Now ഇങ്ങനെ ഒരു സാധനം മാർക്ക് ചെയ്തിട്ട് this is a planar ഒരു സർഫസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അല്ലേ, ഒരു പ്ലേറ്റ് പോലത്തെ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചിട്ട് if they are shading within the structure that represents only a single link. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? So this becomes link number 4. 1 2 3 4. This becomes 5th link. This is 6th link. 7 8 9. മനസ്സിലാവുന്നുണ്ടോ? L is equal to 9 ആണ്. മനസ്സിലായോ ഞാൻ എങ്ങനെ ലിങ്കിന് നമ്പർ ചെയ്തെന്നുള്ളത്? ഓക്കെ, ലിങ്ക് നമ്പർ ചെയ്തു. Now J എന്നുള്ള ടേം എന്താ? What was J? Number of pairs അല്ലെങ്കിൽ number of joins or number of lower pairs ആണല്ലേ? അല്ലെ? നോക്കാം, നമുക്ക് നമ്പർ ഓഫ് ലോവർ പേയേഴ്സ് എത്രയുണ്ട് നോക്കാം. മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ നമ്പർ ഓഫ് ജോയിൻസ്, രണ്ട് രീതിയിൽ നമുക്ക് നോക്കിയാലും കുഴപ്പമില്ല. നമ്പർ ഓഫ് ജെ ഈസിക്കൽ നമ്പർ ഓഫ് ജോയിൻസ് തന്നെ എടുത്തോളൂ. ഓക്കെ, എത്ര ജോയിന്റ് ഉണ്ട്? 1ഉം 2ഉം തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ജോയിന്റ് ഉണ്ട് അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? ആ ജോയിന്റ് ആണ് ഇത്. ദിസ് ഇസ് എ ബൈനറി ജോയിന്റ് അല്ലെ? ഇതൊരു ബൈനറി ജോയിന്റ് അല്ലേ? ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യുന്നു അല്ലേ? അടുത്തത് 2ഉം 3ഉം തമ്മിൽ ദിസ് ഈസ് എ ബൈനറി ജോയിന്റ്. അല്ലേ? This is another binary joint. This is another binary joint. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു ഫിക്സേഷൻ ഉണ്ടെങ്കിൽ this is another binary joint. Another binary joint. Another binary joint. Another binary joint. Binary joint. Binary joint. മനസ്സിലാവുന്നുണ്ടോ? എത്ര ബൈനറി ജോയിന്റ്? 1 2 3 4 5 6 7 8 9 10. J is equal to binary joints is equal to 10. ആയില്ലേ?
ആ മൂന്നാമത്തെ ബൈനറി ജോയിന്റ് എങ്ങനെ? 4ന്റെ ഇതാണോ? ഇവിടെ ഒരു ജോയിന്റ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നോ? ഫിഗറിൽ ഞാൻ ഇങ്ങനെയാണോ തന്നെ? ഇത്ര ജോയിന്റ് ഉണ്ടായില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ബൈനറി ജോയിന്റ് 9 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ 4 അല്ല കേട്ടോ. ആക്ച്വൽ കേസിൽ ഇവിടെ ഒരു ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഞാൻ മറക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ 9 ആണ് വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സാർ. ഇനി ഹയർ പേഴ്സ് ഉണ്ടോ ഇതില്? ആർ ദർ എനി ഹയർ പേഴ്സ്? ഏതാണ് ഹയർ പേർ? ബൈനറി ഫിക്സഡ് ഇത് ഇതെങ്ങനെയാണ് ഹയർ പെയർ ആവുക? വാട്ട് ഈസ് ഹയർ പെയർ? സർഫേസ് സർഫസ് കോണ്ടാക്ട് ലോവർ പെയർ അല്ലേ? വൺ ഇങ്ങനെയാണെങ്കിൽ ടു ഇങ്ങനെ, ടു ഇങ്ങനെ ടേൺ ചെയ്യല്ലേ? ദിസ് ഈസ് ഓൺലി എ ലോവർ പെയർ അല്ലേ? ഹയർ പെയർ ഇതിലില്ല. See, every joint, ഓരോ ജോയിന്റിലും ഓരോ പെയർ എടുത്ത് നോക്കി 1 ഉം 2 നമ്മൾ ഉണ്ടാക്കും. This is a, see, second link will be turning with respect to the first link, correct? So they make a turning pair. So every joint നമ്മൾ J എന്ന് മാർക്ക് ചെയ്ത എല്ലാ, ഈ B എന്ന് മാർക്ക് ചെയ്ത എല്ലാ, everything is a turning joint ആണ്, turning pair ആണ് അല്ലേ? Every binary joint I have marked is a forms a turning pair അല്ലേ? So there is no H. Higher pair illa. H is equal to 0. Understood? Clear? Sir. Okay. Now substitute L is equal to 9. J is equal to 9. Find out the answer. മനസ്സിലാവുന്നുണ്ടോ? Okay. നിങ്ങളെ പേപ്പറിലോ നോട്ട്ബുക്കിലോ എവിടെയാണ് ഇത് ചെയ്തു നോക്കിയത് അവിടെ ഇത് അടയാളപ്പെടുത്തും. അവിടെ ഇതേപോലെ അടയാളപ്പെടുത്തുക. ബി റെപ്രസെന്റ് ചെയ്യുന്ന ബൈനറി ജോയിന്റാണ്. ഓക്കെ, സോ ഏതൊക്കെ പോയിന്റ് ആണ് ബൈനറി ജോയിന്റ്സ് വരുന്നത്, ഏതൊക്കെയാണ് നമ്പർ ഓഫ് ലിങ്ക്സ്, ജസ്റ്റ് നമ്പർ ദം ഓൺ ദ ഷീറ്റ് ഓഫ് പേപ്പർ ഓർ ദ ബുക്ക് വേർ യു ഹാവ് ഡൺ ദിസ് തിങ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ആ ബുക്കിൽ എഴുതി നോക്കുക. എന്നിട്ട് യു കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ എൻഡ് ഹിയർ. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. This is the way of finding out number of degrees of freedom using Kutzbach equation. മനസ്സിലാവുന്നുണ്ടോ? Understood? Yes, sir. Okay. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫസ്റ്റ് മറ്റൊരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആണ് എങ്ങനെയാണ് ഞാൻ നമ്പർ ചെയ്യുന്നത് എന്നുള്ളത്? Yes, sir. Okay. Now using this method അല്ലെങ്കിൽ using this procedure, ഇതിന് തൊട്ട് മുന്നേ ഞാൻ തന്ന എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം. ചെയ്തു നോക്കൂ. അതിന്റെ ആൻസർ ഞാൻ ഡിസ്കസ് ചെയ്യും, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം ചെയ്തു നോക്കണം. ക്ലിയർ? Okay, sir. ഫൈൻ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ് വെരി ക്ലിയർലി. എന്തുകൊണ്ടാണ് 6 എന്നതിന്റെ മേലെ പോവാത്തതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇഫ് a body is kept freely in a space, it will have maximum 6 number of degrees of freedom. So നമ്മൾ 6ന്റെ മേലേക്കുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ. ഫോർ ദ ടൈം ബീങ് വിത്തിൻ യുവർ ലിമിറ്റേഷൻസ് ഓഫ് ദിസ് സിലബസ് അല്ലെങ്കിൽ സബ്ജക്ട്, 6 എന്ന നമ്പറിന്റെ മേലേക്ക് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിഹൗ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്ററിലെ ക്വസ്റ്റ്യൻസ് കേട്ടി ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി ഈ പ്രാവശ്യം ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് യു ഷുഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ക്ലിയർ ആണോ? Okay, sir. Fine. Now, when we study Kutzbach equation പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ we have a derivative or a modification of Kutzbach equation. ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് Kutzbach equationൽ നടത്താം. See, Kutzbach equationൽ n gives the number of degrees of freedom അല്ലേ? എന്താണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഡിഗ്രി? ഒരു ബോഡിയിൽ ഇത്ര നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം, സെൻസ് എന്തായിരുന്നു? അത്ര ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഐ ക്യാൻ ഡിഫൈൻ ദ പൊസിഷൻ ഓഫ് ഈച്ച് ലിങ്ക് ഇൻ ദാറ്റ് മെക്കാനിസം. ഇതായിരുന്നില്ല അതിന്റെ അർത്ഥം.
Yes, sir. Yes, sir. സോ എന്നിന്റെ ഏറ്റവും മിനിമം വാല്യൂ എത്രയായിരിക്കണം? n എത്ര മണിക്ക് ആവാന്നുള്ള ഞാൻ പറഞ്ഞു. 6 വരെ നമുക്ക് ആവാം. പക്ഷെ എന്നിന്റെ മിനിമം വാല്യൂ എത്ര ആയിരിക്കണം? 0 ആയിക്കൂടെ? 0. വീണ്ടും തെറ്റിയില്ലേ? n 0 ആയ അതിന്റെ അർത്ഥം എന്താ? അവിടെ മോഷൻ ഇല്ല എന്നല്ലേ? n 0 ആയ അതൊരു സ്ട്രക്ചർ അല്ലേ? സ്ട്രക്ചർ ഡസന്റ് ഹാവ് മോഷൻ. നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതല്ലേ? അല്ലേ? ഫോർ a kinematic chain to have any kind of movement, n should never be equal to 0. n equal to 0 aya this becomes a structure. Structure no motion illa. So minimum value that n can take should be equal to 1. Alle n ന് 1 ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? A single parameter is only needed so as to define the position of every element in that particular kinematic chain. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വരച്ചത്. ഇങ്ങനെ ഒരു സാധനം വരച്ചു, ഇവിടെ ഇങ്ങനെ പോകുന്ന ഒരു സാധനം വരച്ചു, ഓർമ്മയുണ്ടാവും? ഇത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരച്ചിരുന്നല്ലേ? ഇതിന്റെ അവസാനം ഇതിന്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് വേണം n = 1 എന്ന് പറഞ്ഞു. ആ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള ഒരു തീറ്റ അല്ലെങ്കിൽ ഫൈ ഈ വാല്യൂ കിട്ടിയാൽ എനിക്ക് ഇതിന്റെ ലൊക്കേഷൻ പറയാൻ പറ്റും എന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ മിനിമം വാല്യൂ ഓഫ് n should be always 1. It should never be equal to 0. n 0 ആയ അതിനർത്ഥം there is no degrees of freedom. അതായത് ഫ്രീഡം ഇല്ല, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല when n is equal to 0. Now if you put this n is equal to 1 in Kurzbach equation, this is the Kurzbach equation, substitute n equal to 1. n equal to 1 substitute ചെയ്താൽ 1 is equal to 3 into L minus 1 minus 2j. H would take it. For the time being, we are disregarding H. H number of higher pairs. Higher pairs ഉള്ള കാര്യം നമുക്ക് വിടാം. അത് പിന്നീട് വരുന്ന കാര്യം. മനസ്സിലാവുന്നുണ്ടോ? Okay, I am excluding the term H for the time being. So when I substitute n is equal to 1 in the Kurzbach equation, ഈ ഫോർമാറ്റിൽ കിട്ടും. ഇതിനെടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 3n minus 3 minus 2j equal to 1. അല്ലേ? I can further rearrange this equation. എങ്ങനെ എഴുതാൻ പറ്റും? Sir, board clear. ബോർഡ് ഒട്ടും ക്ലിയർ അല്ലേ? അല്ലല്ലേ? ഏതാ? ഇടക്ക് ഫോക്കസ് ആണ്. ഇപ്പോഴോ? So I substitute that total number of degrees of n is equal to 1 in Kurzbach equation, disregarding h. Okay, adil na I arrived at this one. Now further I can rearrange this equation as 2j minus 4 plus 3l is equal to 0. ഇങ്ങനെ എഴുതിക്കൂടെ? ഈ 1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ -4 ആവും. എല്ലാത്തിനെയും ഷിഫ്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. എഴുതിക്കൂടെ? Yes, sir. Plus 4 minus 3. Sorry. 2j plus 4 minus 3 equal to 0. അല്ലേ? Now this equation is known as Grubler's criterion. ഇതിനെയാണ് Grubler's criterion എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ ചിലപ്പം വരാം. Explain Grubler's criterion. This is known as Grubler's criterion. What is Grubler's criterion? Put n is equal to number of degrees of freedom is equal to 1 in Kurzbach equation. When you substitute n is equal to 1 in Kurzbach equation, you arrive at this sort of rearrangement. This rearranged equation is in general known as Grubler's criterion. മനസ്സിലാവുന്നുണ്ടോ? Now, what is the significance of Grubler's criterion? എന്താണ് Grubler's criterion? Let us understand what is Grubler's criterion.
നമ്മൾ എന്തിനാണ് അതിനെ പറ്റി പഠിക്കുക? അങ്ങനെ ഒരു ടേം കൂടെ പുസ്തക ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. പിന്നെ അതിന് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ഇട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ജസ്റ്റ് ലെറ്റ് us look into that. Now, Rubler's criteria എന്താ പറയുന്നത്? 2j plus 4 minus 3l equal to 0 എന്നല്ല. Here l is equal to number of links, j is equal to number of pair അല്ലെങ്കിൽ joins അല്ലേ? അല്ലേ? Yes, sir. Yes, sir. Now, number of links. Let us assume a minimum number for L, minimum value for L. L നിനക്ക് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പറ്റുമോ? Can I give the value of L equal to 2? 2 കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടില്ല? കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് കൈനറ്റിക് ചെയിൻ ആവില്ലല്ലോ. വെരി ഗുഡ്. 2 കൊടുത്താൽ അതൊരു കൈനമാറ്റിക് ചെയിൻ ആവില്ല അല്ലേ? ലിങ്ക് നമ്പർ 1, ലിങ്ക് നമ്പർ 2 ഇത്രയല്ല. ഇതൊരു ചെയിൻ അല്ലല്ലോ. ഇത് മൂവ് ചെയ്ത ഇത് മൂവ് ചെയ്യും. ഇറ്റ്സ് എ കൈനമാറ്റിക് പെയർ അല്ലേ? ദിസ് ഈസ് നോട്ട് എ ചെയിൻ. ചെയിൻ ആണോ? അല്ല. അല്ല. സോ L can never be equal to 2. L 1 ആക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. Now, can L be 3? L ന് 3 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റുമോ? വെരി ഗുഡ്. L ന് 3 കൊടുത്താൽ മൂന്നാമത്തെ ലിങ്ക് ഇങ്ങനെ വരും അല്ലേ? എനിക്ക് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് കൈനമാറ്റിക് ചെയിൻ ആണല്ലോ. Yes, sir. അല്ലേ? Yes, sir. ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്നിൽ തന്നെ ആവണ്ടേ? അതിനെല്ലാം നമ്മൾ പൊതുവെ ചെയിൻ എന്ന് പറയുന്നത് അല്ലേ? Yes. Yes, sir. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. മനസ്സിലാവുന്നുണ്ട്. ബോയ്സ് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഹലോ Sir. Yes, sir. എല്ലാരും വോയിസ് പോയല്ലോ. സാർ റിപ്ലൈ വരുന്നുണ്ട്. സാർ. സോ L നമ്പർ 3 കൊടുത്താൽ if we give the value 3 for L, this becomes link 1, 2, 3 അല്ലേ? 3 ലിങ്ക് ഉള്ള ഈ ഒരു കൈനമാറ്റിക് ചെയിൻ becomes only a structure. ഇതൊരു സ്ട്രക്ചർ ആയി മാറും അല്ലെ? ഇതിനി നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലിങ്ക്സ്. 1ഉം 2ഉം തമ്മിലോ 2ഉം 3ഉം തമ്മിലോ 3ഉം 1ഉം തമ്മിലോ there won't be any relative motion. റിലേറ്റീവ് മോഷൻ ഉണ്ടാവും ഇതില്? ഇല്ല. ഇല്ല, റിലേറ്റീവ് മോഷൻ ഇല്ല. സോ L ന് എന്ത് ചെയ്യാൻ പറ്റില്ല? 3 എന്ന വാല്യൂ കൊടുക്കാൻ പറ്റില്ല അല്ലെ? Now, can I give L a value 4? 4 കൊടുക്കാൻ പറ്റുമോ? Yes, sir. Yes. കൊടുക്കാൻ പറ്റുമോ? ഓക്കെ. L ന് 4 കൊടുത്താൽ എങ്ങനെയുണ്ടാവും? 3, 4 ഇത്രയും ഉണ്ടാവും അല്ലേ? Yes, sir. L ന് 4 കൊടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? Yes, sir. L ന് 4 കൊടുത്താൽ എന്താ? വീണ്ടും ഇത് കൈനമാറ്റിക് ചെയിൻ തന്നെ അല്ലേ? 1, 2, 3, 4 കണക്ഷൻ ഇന്റർ കണക്ഷൻ ഒക്കെ ആയി. 1ൽ നിന്ന് ജോയിൻ ചെയ്ത് 2ലെത്തി, 2ൽ നിന്ന് 3ലെത്തി, 3ൽ നിന്ന് 4 എത്തി, 4ഉം 1ഉം തമ്മിൽ വീണ്ടും കണക്ട് ആയി ഒരു ചെയിൻ ആയി മാറും. Now, if L becomes 4, J എത്ര ഉണ്ടാവും? J can be number of joins or pairs. 1ഉം 2ഉം തമ്മിൽ ഒരു ജോയിന്റ് അല്ലെങ്കിൽ പെയർ, 2ഉം 3ഉം തമ്മിൽ ഒന്ന്, 3ഉം 4ഉം തമ്മിൽ 4ഉം 1ഉം തമ്മിൽ. സോ Jയും 4 ആവണ്ടേ? Yes, sir. So if L is equal to 4, J should also be equal to 4. അല്ലേ? Yes, Let us substitute the values. 2 into 4 plus 4 minus 3 into 4 equal to 0. 0 to 1. കിട്ടും. 2 4 4 8 plus 4 12 minus 3 4 so 12. 12 minus 12 equal to 0 ആയില്ലേ? Yes, sir. ആയില്ലേ? LS is equal to RHS ആയില്ലേ? Yes, sir. So what does this signify? This signifies that, see, LHS equal to RHS എന്ന് ഇവിടെ കിട്ടിയാണ്. ഇതിന്റെ മീനിങ് എന്താണ്? That means Grubler's criterion is satisfied ആണല്ലേ? That means a kinematic chain with
4 number of links 1, 2, 3, 4 satisfies Grubler's criterion. അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? സോ ഒരു കൈനമാറ്റിക് ചെയിനിന് എന്തെങ്കിലും രീതിയിൽ ഇന്റർ റിലേറ്റഡ് മോഷൻസ് ഉണ്ടാക്കണമെങ്കിൽ there should be a minimum of 4 links. മനസ്സിലാകുന്നുണ്ടോ? 4 ലിങ്കോ അതിൽ കൂടുതൽ ലിങ്കുകളുള്ള കൈനമാറ്റിക് ചെയിൻസിന് മാത്രമേ മോഷൻ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആകുന്നുണ്ടോ? See, why are we learning about kinematic chains? So that we can arrive at kinematic mechanisms. മെക്കാനിസത്തിലേക്ക് എത്തണ്ടേ? മെക്കാനിസത്തിൽ എത്തിയാലല്ലേ നമുക്ക് മെഷീനിലേക്ക് പോകാൻ പറ്റൂ. മെക്കാനിസം ഉണ്ടാവണമെങ്കിൽ ആദ്യം we should have a kinematic chain. അങ്ങനെ ഒരു കൈനമാറ്റിക് ചെയിൻ ഉണ്ടാവണമെങ്കിൽ ഫ്രം ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയൻ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? there should be minimum 4 number of links in that kinematic chain. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ക്ലിയർ ആണോ? ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയൻ. ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയൻ എന്ത് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞു. സി, ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെൻ ഹുഡ്സ്ബാക്ക് ഇക്വേഷനിൽ നമ്മൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 1 കൊടുക്കുന്നുണ്ട് അല്ലെ? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ? there is definitely a relative motion within that kinematic chain അല്ലെ? Yes sir. Correct. സോ ഒരു റിലേറ്റീവ് മോഷൻ ഉള്ള കൈനമാറ്റിക് ചെയിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കൈനമാറ്റിക് ചെയിൻ ഒരു മെക്കാനിസത്തിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ കൈനമാറ്റിക് ചെയിനിലേക്ക് എത്തണമെങ്കിൽ അവിടെ എന്തും കൂടി ഉണ്ടാവണം. നമ്പർ ഓഫ് ലിങ്ക്സ് ഷുഡ് ബി ഓൾവേസ് മിനിമം നമ്പർ ഓഫ് ലിങ്ക്സ് ഷുഡ് ബി ഓൾവേസ് 4. 4ൽ കുറവ് വന്നാൽ അതൊരിക്കലും ഒരു കൈനമാറ്റിക് ചെയിൻ ആയി മാറില്ല. അല്ലെങ്കിൽ ആ കൈനമാറ്റിക് ചെയിൻ ഐ cannot turn that into a mechanism. So to arrive at a mechanism successfully from a kinematic chain, there should be always minimum 4 links in that chain. 4 or more. 4 അതിൽ കൂടുതലോ ആവാം. 4ൽ കുറവുണ്ടാവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? Yes sir. Yes, sir. So if somebody asks what is Grubler's criterion, explain its significance. എന്താണ് സിഗ്നിഫിക്കൻസ് വെച്ചാൽ നിങ്ങൾ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? Yes sir. ക്ലിയർ അല്ലേ പറഞ്ഞത്? Yes sir. ഓക്കെ. സോ ടിൽ നൗ ഇത് ആവശ്യമുള്ള നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണേ. നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നു. സർ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയൻ എന്ന് വെച്ചാൽ മിനിമം നമ്പർ ഓഫ് ലിങ്ക്സ് ഓൾവേസ് എന്തായിരിക്കണം? 4 ആയിരിക്കണം. ഇതാണ് നമുക്ക് ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാൻ പറ്റും അല്ലെ? 4 അതിൽ കൂടുതലോ മിനിമം നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് ഞാൻ പറഞ്ഞത്. 4ൽ കുറവ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ സർ. ഈ ഒരു ടോപ്പിക് കൂടി ഗ്രൂബ്ലേഴ്സ് കൂടി കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് പാർട്ട് ഓഫ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ഓഫ് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്യും. മൊഡ്യൂൾ 1 ഫസ്റ്റ് സെക്ഷൻ. സോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ലിങ്ക് എന്താന്ന് മനസ്സിലാക്കി അല്ലെ? ലിങ്കിൽ നിന്ന് പെയർ എന്താന്ന് മനസ്സിലാക്കി, കൈനമാറ്റിക് പെയർസ്. പിന്നെ കൈനമാറ്റിക് ചെയിൻ എന്താന്ന് മനസ്സിലാക്കി. ലിങ്കിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി, പെയറിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി, കൈനമാറ്റിക് ചെയിൻസ് എന്താന്ന് മനസ്സിലാക്കി. കണ്ടീഷൻസ് ടു ഒബ്റ്റെയിൻ സക്സസ്ഫുള്ളി കൈനമാറ്റിക് ചെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട് അല്ലെ? എന്തായിരുന്നു ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? L is equal to 2p minus 4. L is equal to 2p minus 4. J is equal to 3/2 n minus 2. 3/2 n minus 2. 2. Okay, 3/2 n minus 3/2 L minus 2. 2. Okay, 2 equations ഉണ്ട്. If you satisfy those equations, that becomes a kinematic chain. ഇനി kinematic chain കൂടി മനസ്സിലാക്കിയതിനു ശേഷം we discussed about mobility. കാരണം സ്റ്റഡി ഓഫ് മോഷൻസ് ആണ് നമ്മൾ ഫൈനലി നടത്താൻ പോകുന്നത്. ഈ മൊബിലിറ്റിയിലാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ പറ്റി മനസ്സിലാക്കിയത് അല്ലെ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓർ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് മൊബിലിറ്റി. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് പഠിച്ചു? കാൽക്കുലേറ്റ് ചെയ്യാൻ we learned about Kurzbach equation. Kurzbach equationലൂടെ നമുക്ക് ഏതൊരു ഗിവൺ കൈനമാറ്റിക് ചെയിന്റെയും മൊബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം we can calculate using Kurzbach equation. Now
In Kurzbach equation, if we substitute total degrees of freedom equal to 1, ഒരു single degrees of freedom ഉള്ള systems മാത്രമാണെങ്കിൽ, this Kurzbach equation turns into what? Grubler's criterion. അല്ലേ? Grubler's criterion. Now, Grubler's criterion എന്ത് മനസ്സിലാക്കി? ഒരു കൈനമാറ്റിക് ചെയിനിന് if you want to turn that into a mechanism, there should be a minimum of 4 number of links. Clear ആണോ? Yes, sir. Yes, sir. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? Clearly understood അല്ലേ ഇത്രയും കാര്യങ്ങൾ? This Yes, sir. covers the first section of our first module. Module 1 ന്റെ first section ആണ്. Second sectionലേക്ക് കടന്നാൽ we are directly entering mechanisms. Mechanisms എന്ന ടോപ്പിക്കുകളിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ. ഇതാണ് സെക്കൻഡ് സെക്ഷൻ. ഈ മെക്കാനിസംസിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു മെക്കാനിസം ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മെക്കാനിസം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടുന്നത്? കൈനമാറ്റിക് ചെയിനാണ് വേണ്ടുന്നത് അല്ലെ? ആ ഒരു ഓർഡർ ഓഫ് ഹയറാർക്കി ആലോചിച്ചത്. വി സ്റ്റാർട്ടഡ് ഫ്രം ലിങ്ക്. ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മൾ കൈനമാറ്റിക് പെയറുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് സക്സസ്ഫുള്ളി ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മളൊരു കൈനമാറ്റിക് ചെയിനിലെത്തും അല്ലെ? കൈനമാറ്റിക് പെയർ, കൈനമാറ്റിക് ചെയിൻ. ഇനി കൈനമാറ്റിക് ചെയിനിൽ നിന്ന് നമ്മൾ എവിടെ എത്തും? നമ്മൾ പല ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോഴും പ്രീവിയസ്ലി വി ഹാവ് കവേർഡ് ത്രൂ ഹൗ വി ആർ അറൈവിംഗ് അറ്റ് മെക്കാനിസം. നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു Sir, കേൾക്കുന്നില്ലേ? ഹലോ സാർ കട്ടായി. സാർ കട്ടായി. എന്തായാലും സമയമായി. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കട്ടായി. Sir, കുറച്ച് പോകാൻ നേരത്തെ കട്ടായിരുന്നു സാർ. സാർ ഫുള്ള് കട്ടായിരുന്നു നേരത്തെ. ഫുള്ളും കട്ടായി. ഇപ്പൊ ഒന്ന് ഇപ്പൊ കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ? ക്ലിയർ ഇല്ല. ഇപ്പോഴും ക്ലിയർ അല്ലേ? ഇല്ല സാർ, അത് റേഞ്ച് പറഞ്ഞില്ല. ഇല്ല സാർ. ആർക്കും ക്ലിയർ ഇല്ല? ഇല്ല സാർ. നെറ്റ്വർക്ക് ഒന്നും കാണുന്നില്ല. ക്ലിയർ ഇല്ലേ? ഇപ്പൊ ക്ലിയർ ഇല്ല സാർ. ഇല്ല സാർ. ഇല്ല ഒട്ടും ക്ലിയർ ആകുന്നില്ല ബോർഡ്. ഇല്ല സാർ. ഇല്ല സാർ. ടൈമായി. ക്ലിയർ ഉണ്ടോ? 1:30 സാർ ഇപ്പോഴും ക്ലിയർ അല്ല. സാർ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇപ്പൊ എഴുതിയത് പോലും കാണുന്നില്ല. മെസ്സേജ് ഇടുന്നുണ്ടോ ഇതിനിടയില്? ടൈമായ സമയത്ര? 1:30 ടൈമായല്ലേ? സാർ ഓക്കെ ശരി. എന്നാൽ മെക്കാനിസം എന്നുള്ള നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ സാർ. അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.